ആത്മകഥ എഴുതുമോ? ആത്മകഥ എഴുതാനും ഇപ്പൊ ആലോചിക്കുന്നില്ല. ഇല്ല. ഇപ്പൊ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മ, എന്തായിരിക്കും എന്റെ പ്രമേയം? അതുപോലെ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും? അതോ രാഷ്ട്രീയ രംഗത്തെ? രാഷ്ട്രീയമല്ല. അല്ല, അമേരിക്കൻ ഒരു പശ്ചാത്തലവും ഇന്ത്യൻ പശ്ചാത്തലവും. പണ്ടേ നിങ്ങൾ എഴുതൂ? അല്ല, മലയാള മനോരമ ബുക്സ് പ്രസിദ്ധീകരിക്കുകയാണ്. അവരുടെ പ്രീ പബ്ലിക്കേഷൻ. ഇതൊക്കെ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഇങ്ങനെ ഒരു നോവൽ എഴുതുന്നുള്ളത്. നിയോഗം എന്നാണ് എന്റെ പേര്. നിയോഗം എന്നത്തേക്ക് പുറത്ത് വരും? ഈ മാസം മാർച്ച് ഫെസ്റ്റിവൽ. ആരുടെ നിയോഗമായിരിക്കും അതിലുള്ളത്? അത് വായിച്ചിട്ട് അതിപ്പോ ഞാൻ പറഞ്ഞതില്ല. വേറെ കാര്യം. അപ്പൊ ഞാൻ അത് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. മനോരമ ഞാൻ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിലും ഇത് ഞാൻ അറിഞ്ഞില്ല. മനോരമ ബുക്സ് അത് മനോരമയിലൂടെ നാട്ടുകാർ നന്നായി. മനോരമ ബുക്സ് അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തായാലും എനിക്കറിയാം, നിങ്ങൾ ആത്മകഥ എഴുതും, പ്രത്യേകിച്ച് നോവലൊക്കെ എഴുതുന്ന ഒരാള് അവസാനം ഒരു കഥാന്തരം എന്ത് സംഭവിക്കുന്ന എഴുതാൻ താല്പര്യം കാണുമല്ലോ. അങ്ങനെ എഴുതുമ്പോൾ ഈ കുറച്ചു കാലം കഴിഞ്ഞ് ഈ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ അറിയപ്പെടാനാണ് താങ്കൾക്ക് താല്പര്യം? ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അറിയാൻ ആഗ്രഹിക്കും. ജനങ്ങളിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. എപ്പോൾ പോയാലും ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവരോടൊപ്പം, അവരുടെ പ്രവർത്തനങ്ങളോടൊപ്പം, അവരുടെ ദുഃഖങ്ങളോടൊപ്പം, അവരുടെ സന്തോഷങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. ഒറ്റ ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയാവൂ? അത് ഞാനല്ല തീരുമാനിക്കുന്നത്. അത് ജനങ്ങളാണ്, എൻ്റെ പാർട്ടിയാണ്. ആണ്. അങ്ങേക്ക് നമ്മളിത് ഈ അഭിമുഖം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്, സമയപരിമിതി കൊണ്ട്. എന്നാലും നമ്മുടെ 1 മണി വാർത്ത അല്പം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കുക, ഒരുപക്ഷെ വലിയൊരു ക്യാമ്പയിന് താങ്കൾ കച്ചമുറുക്കുകയാണല്ലോ. അപ്പം കച്ചകീറി പോകാതെ സൂക്ഷിക്കേണ്ടത് ഈ നേതാവിൻ്റെ കഴിവാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ജനങ്ങളോട് പ്രത്യേകിച്ച് ഇനി പറയാനുണ്ടോ? അല്ല, എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണം. ഇന്നത്തെ കേരളം മതിയോ, അതോ ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്നൊരു കേരളം വേണമോ എന്ന് ജനങ്ങൾ ചിന്തിക്കണം. 10 വർഷത്തെ ഭരണം നമുക്ക് നൽകിയത് എന്താണ്? ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോയാൽ മതിയോ, അതോ സിംഗപ്പൂരിനെ പോലെ അതിവിപുലമായ സാധ്യതകളുള്ള പുരോഗതി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറണ്ടേ എന്ന ചിന്തയാണ് ജനങ്ങൾക്കുണ്ടാകേണ്ടത്. ഞാനീ നിങ്ങൾ നോവൽ എഴുതുന്നു, നിയോഗമെന്ന് നോവൽ എഴുതി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു ദുഷ്ടബുദ്ധി കടന്നു പോയെന്നറിയൂ. ഹൈക്കമാൻഡ് പറയും ഇനി പുള്ളി നോവൽ എഴുതട്ടെ, അങ്ങനെ പറയില്ലായിരിക്കും. ഹൈക്കമാൻഡ് അങ്ങനല്ല. ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരാളാണ്. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. എൻ്റെ പാർട്ടിയാണ് എനിക്ക് വലുത്. സ്ഥാനമാനങ്ങൾ അല്ല വലുത്. സ്ഥാനങ്ങൾ വരുമ്പോൾ ഒക്കെ ചെയ്യും. പക്ഷേ എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ഒരാളാണ്. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയമാണ്. 100%. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.